CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം, ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ട്രാക്കിലും ഫീൽഡിലും വീറുറ്റ പ്രകടനങ്ങളോടെ റവന്യൂ ജില്ലാ കായികോത്സവം തുടരുന്നു. രണ്ടാം ദിവസം മത്സരങ്ങൾ പുരോഗമിക്കുമ്പോൾ വിജയക്കുതിപ്പുമായി തൃശൂർ ഈസ്റ്റ് ഉപജില്ല മുന്നിൽ. കുന്നംകുളം ഉപജില്ലാ കായികമേള 172 പോയിന്റ് നേടിയ എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഒന്നാം സ്ഥാനം നേടി. തൃശൂർ റവന്യൂ ജില്ലാ കായികമേള വേദിയിലാണ് ട്രോഫികൾ വിതരണം ചെയ്തത്. കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെ രോഗി മരിച്ചു. ഇട്ടിമാണി ഹോസ്പിറ്റലിലാണ് സംഭവം. വെള്ളറക്കാട് ചെറുമനേങ്ങാട് പൂളംതറയ്ക്കൽ വീട്ടിൽ 41 വയസ്സുള്ള ഇല്യാസ് മുഹമ്മദാണ് മരിച്ചത്. മാധ്യമപ്രവർത്തന രംഗത്ത് കാൽനൂറ്റാണ്ട് പൂർത്തിയാക്കിയ റഷീദ് എരുമപ്പെട്ടിയെയും TG സുന്ദർലാലിനെയും എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബ് ആദരിച്ചു. എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബ് പ്രസിഡന്റും CCTV TCV സീനിയർ റിപ്പോർട്ടറുമാണ് റഷീദ് എരുമപ്പെട്ടി. പ്രസ് ക്ലബ്ബ് എക്സിക്യൂട്ടീവ് അംഗവും മാധ്യമം പത്രത്തിന്റെ ലേഖകനുമാണ് TG സുന്ദർലാൽ. ബൈക്കിൽ മയിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഗൃഹനാഥൻ മരിച്ചു. വടക്കേക്കാട് കൊച്ചന്നൂർ എട്ടാന്തറയിൽ താമസിക്കുന്ന പൂളംതറയ്ക്കൽ അബ്ദുസലാമാണ് മരിച്ചത്. പുതുരുത്തി ഗവൺമെന്റ് UP സ്കൂളിന്റെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V ശിവൻകുട്ടി ഓൺലൈനിൽ നിർവഹിച്ചു. 1,27 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചത്. ചാലിശ്ശേരി ഗവൺമെന്റ് LP സ്കൂളിൽ പുതുതായി നിർമ്മിച്ച സ്കൂൾ ടോയ്ലറ്റ് കോംപ്ലക്സ് സ്കൂളിന് സമർപ്പിച്ചു. തൃത്താല ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റെജീന ഉദ്ഘാടനം ചെയ്തു. 2025 CV ശ്രീരാമൻ സ്മൃതി പുരസ്കാര വിതരണവും അനുസ്മരണ സമ്മേളനവും ഒക്ടോബർ 25 ശനിയാഴ്ച നടത്തുമെന്ന് ഭാരവാഹികൾ കുന്നംകുളത്ത് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഡോക്ടർ മനോജ് വെള്ളനാടാണ് പുരസ്കാര ജേതാവ്. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് കൊടുമ്പ് പുനരധിവാസ നഗറിലെ കുടിവെള്ള ടാങ്കിന്റെ ഉദ്ഘാടനം വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KV നഫീസ് നിർവഹിച്ചു. 2024-25 വാർഷിക വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. കടപ്പുറം ഗ്രാമപഞ്ചായത്ത് 4-ാം വാർഡ് പൂന്തിരുത്തി തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം നിർമ്മിച്ച സലഫി റോഡ് നാടിന് സമർപ്പിച്ചു. കടപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സാലിഹ ഷൌക്കത്ത് ഉദ്ഘാടനം നിർവഹിച്ചു. കടങ്ങോട് പഞ്ചായത്ത് 4-ാം വാർഡ് 98-ാം നമ്പർ മിൽ സെന്റർ അംഗൻവാടിയുടെ നിർമ്മാണോദ്ഘാടനം നടന്നു. കുന്നംകുളം MLA AC മൊയ്തീൻ തറക്കല്ലിട്ടു. ചാവക്കാട് പഞ്ചവടി ശ്രീ ശങ്കരനാരായണ മഹാക്ഷേത്രത്തിൽ തുലാമാസ അമാവാസി മഹോത്സവവും ബലിതർപ്പണവും ഒക്ടോബർ 20-21 തീയതികളിൽ നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കടവല്ലൂർ പഞ്ചായത്ത് 14-ാം വാർഡ് പെരുമ്പിലാവ് ഉന്നതിയിലെ കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം AC മൊയ്തീൻ MLA നിർവഹിച്ചു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 20 ലക്ഷം രൂപ ചെലവഴിച്ചാണ് പദ്ധതി നടപ്പാക്കിയത്. കോൺഗ്രസ് കണ്ടാണിശ്ശേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വോട്ട് ചോരിക്കെതിരെ ഒപ്പുശേഖരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. നമ്മുടെ സമ്മതിദാനാവകാശം മോഷ്ടിക്കാതിരിക്കുക എന്ന മുദ്രാവാക്യമുയർത്തി സംഘടിപ്പിച്ച ക്യാമ്പയിന്റെ മണ്ഡലം തല ഉദ്ഘാടനം കൂനമുച്ചി സെന്ററിൽ നടന്നു. കഴിഞ്ഞ 5 വർഷക്കാലയളവിൽ പഞ്ചായത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളും നേട്ടങ്ങളും പൊതുജനസമക്ഷം അവതരിപ്പിച്ചുകൊണ്ട് കാട്ടുകാമ്പാൽ പഞ്ചായത്ത് വികസന സദസ്സ് നടത്തി. അതേസമയം കോൺഗ്രസ് മെമ്പർമാർ വികസന സദസ്സ് ബഹിഷ്കരിച്ചു. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ചാലിശ്ശേരി യൂണിറ്റ് കുടുംബസംഗമവും കലാമേളയും സംഘടിപ്പിച്ചു. PP ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് ഡോക്ടർ EN ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് സ്കൂളിൽ നടന്ന CBSE തൃശൂർ സഹോദയ വോളിബോൾ ചാമ്പ്യൻഷിപ്പ് തൃശൂർ ജില്ലാ വോളിബോൾ അസോസിയേഷൻ പ്രസിഡന്റ് P ശിവകുമാർ ഉദ്ഘാടനം ചെയ്തു. മെഡിസെപ് തുക വർദ്ധിപ്പിക്കുമ്പോൾ എല്ലാവർക്കും ആനുകൂല്യം ലഭ്യമാക്കണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ചാലിശ്ശേരി മണ്ഡലം സമ്മേളനം ആവശ്യപ്പെട്ടു. CV ബാലചന്ദ്രൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കന്നിമാസത്തിലെ ആയില്യത്തോടനുബന്ധിച്ച് കരിക്കാട് ഭട്ടിമുറി കൊടിയഞ്ചിറ ഭഗവതി ക്ഷേത്രത്തിൽ സർപ്പബലി നടത്തി. തൃശൂർ ജില്ലാ കളരിപ്പയറ്റ് അസോസിയേഷനും ജില്ലാ സ്പോർട്സ് കൌൺസിലും സംയുക്തമായി സംഘടിപ്പിച്ച 41ാമത് ജില്ലാ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ എരുമപ്പെട്ടി കരിയന്നൂർ SMJ കേരള കളരി സംഘം മികച്ച വിജയം കരസ്ഥമാക്കി. GHSS കടവല്ലൂരിലെ NSS കുട്ടികളുടെ നേതൃത്വത്തിൽ നടത്തിയ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പും വിതരണവും നടത്തി. പ്രിൻസിപ്പാൾ KV ബൃന്ദ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.